ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്? വളരെ നല്ല രീതിയിലാണ് തദ്ദേശ ഭരണം നടക്കുന്നത്. ഒരു റൊട്ടേഷൻ അനുസരിച്ച് എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും മാറി മാറി ചില സീറ്റുകൾ സ്ത്രീ സംവരണ സീറ്റായിട്ട് നിശ്ചയിച്ചുകൊണ്ടും മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും ഡെപ്യൂട്ടി പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ സ്ഥാനങ്ങൾ വനിതകൾക്ക് നൽകിക്കൊണ്ടുമൊക്കെ ഇത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതായിട്ട് കാണാം. സ്ത്രീകളുടെ ഉന്നമനം വളരെ നല്ല രീതിയിൽ അവരുടെ ശബ്ദം ഇതുപോലെ നിയമനിർമ്മാണ മേഖലയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ളൊരു മാറ്റം ലോക്സഭയിലും രാജ്യസഭയിലും അതുപോലെ നിയമസഭയിലും കൂടെ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ബില്ല് 128 നിയമ ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞൊരു ബില്ല് അവതരിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 106 അമെൻമെൻ്റായിട്ട് മാറും. നമ്മുടെ നിയമം ആയിക്കഴിഞ്ഞാൽ ഭാരത ഭരണഘടനയുടെ 106 ഭരണ ഭേദഗതിയായിട്ട് മാറും. 33% സ്ത്രീ സംവരണം നിയമസഭകളിലും ലോക്സഭകളിലും ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം വരും. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ 2029 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇത് പ്രതിഫലിച്ച് കാണുകയും 2029 ശേഷം സ്ത്രീകളുടെ പ്രാതിനിധ്യം ലോക്സഭയിലും നിയമസഭയിലും ഒക്കെ കൂടുതലായിട്ട് വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഗുണകരമായിട്ട് ഭവിക്കും. അപ്പോൾ ഇതിനൊരു സർവകക്ഷി പിന്തുണ വേണം. എല്ലാ പാർട്ടികളും അവരുടെ പിന്തുണ ഇതിന് കാലാകാലങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. കാരണം വനിതകൾക്കുള്ള ഒരു ആദരവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്കുള്ള പരിഗണന എന്ന് പറയുന്നത് ആർക്കും അവഗണിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്ത്രീകളെ എവിടെ മാനിക്കുന്നു അവിടെ മാത്രമേ സമൂഹം ആദരിക്കപ്പെടുന്നുള്ളൂ, നമ്മുടെ സമൂഹം മെച്ചപ്പെടുന്നുള്ളൂ എന്നുള്ള ഒരു തത്വത്തിൻ്റെ അധിഷ്ഠിതമായിട്ട് എല്ലാ പാർട്ടികളും എല്ലാ വിവിധ കക്ഷി രാഷ്ട്രീയങ്ങളും എല്ലാം ഒരുപോലെ അംഗീകരിച്ച കാര്യമാണ് 33%, പിന്നീട് 50% സ്ത്രീ സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ. അപ്പോൾ അത് കേന്ദ്രത്തിലും കൂടെ വരുന്നതിൽ 33% ആ ഒരു നിയമം പാസ്സാക്കുന്നതിന് എല്ലാ പാർട്ടികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ സമുദായത്തിൻ്റെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ചോദിച്ചുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇവിടെ നടത്തുന്നത്.